കൈകൊട്ടിക്കളി പഠിക്കാനെത്തിയ 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ചെന്നൈയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ എരിച്ചിക്കൽ സ്വദേശി ചിക്കുരാജാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. അതിജീവതയെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ പ്രതിയുടെ അമ്മ മിനിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലാണ് പീഡനം നടന്നതെന്ന് പോലീസ് പറയുന്നു. പ്രതിയായ ചിക്കുരാജിന്റെ അമ്മ കോർഡിനേറ്ററായുള്ള കൈകൊട്ടിക്കളി സംഘത്തിൽ ഉൾപ്പെട്ടതാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടി. സ്കൂൾ വിദ്യാർത്ഥിനിയായ കുട്ടിയെ കാറിൽ വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി ചിക്കുരാജ് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. സ്കൂൾ അധികൃതർ നടത്തിയ കൗൺസിലിംഗിലാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസ് കേസെടുത്തതോടെ പിറ്റേ ദിവസം പ്രതിയുടെ അമ്മ കുട്ടിയുടെ വീട്ടിലെത്തി വിവരം പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെടുകയും കുട്ടിയെയും അമ്മയെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും പോലീസ് പറഞ്ഞു. സ്ഥലത്തുനിന്നും മുങ്ങിയ ചിക്കുരാജിനെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ചെന്നൈയിൽ നിന്നും പിടിയിലാകുന്നത്. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാർച്ച് മാസം 31-ാം തീയതി റിപ്പോർട്ട് ചെയ്ത 439/2026 പോക്സോയും SC/ST ഉൾപ്പെട്ട ക്രൈമിലെ 2 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ A2 മിനി എന്ന് പറയുന്ന സ്ത്രീനെ നമ്മൾ 1-ാം തീയതി അറസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ ശേഷം 1-ാം പ്രതിയായിട്ടുള്ള ചിക്കുരാജ് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. ഈ ഒളിവിൽ പോയ പ്രതിനെ നമ്മൾ ഇത്രയും കാലമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതി ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല ഭാഗത്തായിട്ട് ഒളിവിൽ കഴിഞ്ഞ് വരികയും കഴിഞ്ഞ ദിവസം നമ്മുടെ ചെന്നൈയിൽ നമ്മളൊരു ടീമിനെ വിട്ട് ചെന്നൈയിൽ നിന്ന് പ്രതിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പോക്സോ, പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.